ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. A+ നിർണ്ണയിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. മുഴുവനായിട്ടും കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ ഐഡിയയും കൃത്യമായിട്ടും മനസ്സിലാവുക. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെയുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടെ ചെയ്യണം. അതുപോലെ ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. SSLC ചാനൽ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ദ ഫിഗർ ആംഗിൾ A തന്നിട്ടുണ്ട്, ആംഗിൾ C തന്നിട്ടുണ്ട്, ആംഗിൾ D തന്നിട്ടുണ്ട്, ആംഗിൾ F തന്നിട്ടുണ്ട്. A circle passing through all the vertices of the triangle ABE is drawn. അതായത് ABE എന്നീ 3 പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ABE എന്നീ 3 പോയിന്റുകളിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് സിയും ഡിയും എഫും ആ സർക്കിളിന്റെ അകത്താണോ അതല്ല സർക്കിളിലാണോ സർക്കിളിന് പുറത്താണോ എന്നുള്ളതാണ് ചോദ്യം. ഈ ആംഗിളുകളെല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, ABE എന്നീ 3 പോയിന്റുകളിലൂടെ പോകുന്ന സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ 3 പോയിന്റുകൾ എവിടെയായിരിക്കും, CDF എന്നീ പോയിന്റുകൾ എവിടെയായിരിക്കും എന്നതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഓക്കെ, നമ്മൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ചക്രീയ ചതുർഭുജം, ശരിയല്ലേ? അതായത് ഒരു സർക്കിളില് 4 മൂലയും ഒരേ സർക്കിളിലെ ബിന്ദുക്കളായിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ, ശരിയല്ലേ? ഇങ്ങനെ ഒരു ക്വാഡ്രിലേറ്ററൽ, ഇതിലെ 4 മൂലകളും വൃത്തത്തിലെ ബിന്ദുക്കളാണ്, ശരിയല്ലേ? ABCD. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യം അറിയാം. എന്താ നമുക്കറിയുന്ന കാര്യം? നമുക്കറിയാം, ഇതിലെ എതിർ കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എതിർ കോണുകൾ അനുപൂരകമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ് ഓർ നോ? ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എയും ബിയും സിയും. മക്കൾ നോക്കണേ, എയും ബിയും സിയും സർക്കിളിലുള്ള പോയിന്റുകളാണ്. ഓക്കെ, നോക്ക്, സി എന്ന് പറയുന്ന ഇപ്പൊ എവിടെയുള്ളത്? സി എന്ന് പറയുന്ന പോയിന്റ് വൃത്തത്തിന്റെ പുറത്താണ്. വൃത്തത്തിന്റെ പുറത്താവാനുള്ള കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഓപ്പോസിറ്റ് ആംഗിളുകൾ നോക്കണേ. ഓപ്പോസിറ്റ് ആംഗിൾ ഏതൊക്കെയാ? ബിയും സിയും, ശരിയല്ലേ? ആംഗിൾ ബിയും ആംഗിൾ സിയും കൂട്ടിയാൽ അത് എത്രയായിരിക്കും എന്നറിയോ? പോയിന്റ് സർക്കിളിന്റെ പുറത്താണെങ്കിൽ ഈ 2 ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രിയിൽ കുറവായിരിക്കും. എത്രയാണ്? 180 ഡിഗ്രിയിൽ കുറവായിരിക്കും. ഇനി ഈ എന്ന് പറയുന്ന പോയിന്റ് എവിടെയുള്ളത്? വൃത്തത്തിന്റെ അകത്താണ്, ശരിയല്ലേ? വൃത്തത്തിന്റെ അകത്താണ്. അങ്ങനെ അകത്താണെങ്കിൽ മക്കൾ പഠിച്ചു വെച്ചോ, ആംഗിൾ ബിയും ആംഗിൾ ഇയും കൂട്ടിയാൽ, ആംഗിൾ ബിയും ആംഗിൾ ഇയും കൂട്ടിയാൽ എത്രയായിരിക്കും? അത് 180 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. 180 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ഓക്കെ, പോയിന്റ് അകത്താണെങ്കിൽ 180 ഡിഗ്രിയിൽ കൂടുതൽ. പോയിന്റ് പുറത്താണെങ്കിൽ, ബിന്ദു പുറത്താണെങ്കിലോ 180 ഡിഗ്രിയിൽ കുറവായിരിക്കും. പോയിന്റ് സർക്കിളിന്റെ മുകളിൽ തന്നെയാണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു? പോയിന്റ് സർക്കിളിന്റെ മുകളിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ശരിയാണല്ലോ? അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ചിത്രം നോക്കാം. ചിത്രത്തില് മക്കളെല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എയും ബിയും ഇയും സർക്കിളിലുള്ള പോയിന്റുകളാണ്. ഓക്കെ, എയും ബിയും ഇയും സർക്കിളിൽ ഉള്ള പോയിന്റുകളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാം. ആംഗിൾ എന്റെ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ സി. നോക്കുക, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി. മക്കളൊന്ന് കണ്ടു നോക്ക്. ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ എത്രയാ? ആംഗിൾ എ 60 ഡിഗ്രിയാണ്, ആംഗിൾ സി 120 ഡിഗ്രിയാണ്. 60ഉം 120ഉം കൂട്ടിയാൽ 180 ഡിഗ്രി. കൂട്ടിയാൽ എത്രയാ? 180 ഡിഗ്രി. അപ്പോ സി എവിടെയാണ്? കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് സി എവിടെയാണ് മക്കളെ? സി എന്ന് പറയുന്നത് ഓൺ ദ സർക്കിൾ. എവിടെയാണ്? വൃത്തത്തിലാണ്.
കൂട്ടിയാൽ 180 ഡിഗ്രി ആണെങ്കിൽ സി എന്ന് പറയുന്നത് എവിടെയാണ്? വൃത്തത്തിൽ. ഓക്കെ ആണോ? വൃത്തത്തിൽ. ഇനി അടുത്ത കാര്യം, ഇനി നമുക്ക് നോക്കേണ്ടത് ഡിന്റെ കേസാ. ഓക്കെ, ഡി എവിടെയാണെന്നാണ് നോക്കേണ്ടത്. എയും ബിയും ഇയും സർക്കിളിൽ ഉണ്ട് നമുക്കറിയാം. എയും ബിയും ഇയും സർക്കിളിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. നോക്കണേ, എല്ലാവരും ശ്രദ്ധിച്ചോ. എയും ബിയും ഇയും സർക്കിളിലുണ്ട്. അപ്പം നമുക്ക് എയും ഡിയും നമ്മൾ കൂട്ടി നോക്കാം. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിയാൽ എത്രയാ? 60ഉം ഡി എന്ന് പറയുന്നത് 90 ആണ്. 60ഉം 90ഉം കൂട്ടിയാൽ 150. ശരിയല്ലേ? എത്രയാണ്? 150 ഡിഗ്രി. ശരിയാണല്ലോ. 60 ഡിഗ്രിയും 90 ഡിഗ്രിയും കൂട്ടിയാൽ 150 ഡിഗ്രി. അത് എത്രയാ? 180ൽ കുറവാണ്. ശരിയല്ലേ? 180 ഡിഗ്രിയിൽ കുറവാണ്. കുറവാണെങ്കിൽ ഡി എവിടെയാ? ഡി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്, വൃത്തത്തിന് പുറത്താണ് എന്ന് നമുക്ക് പറയാം. 180 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ ഡി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിന് പുറത്താണ്. ഇനി ഇ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾക്കറിയാം. ഇയും ബിയും എയും എവിടെയാണ്? സർക്കിളിലാണ്. എഫിന്റെ കാര്യം കണ്ടുപിടിക്കണം. എഫ് നോക്കണേ, ഇതാ ബി ഇ എന്ന് പറയുന്നത് ഇത് മൂന്നും സർക്കിളിലെ പോയിന്റ് ആണെങ്കിൽ നമ്മൾ സർക്കിൾ വരച്ചാൽ ബി ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോഡായിരിക്കും. ശരിയല്ലേ? ഇതാ ഇത് മൂന്നും സർക്കിളിലെ പോയിന്റ് ആണെങ്കിൽ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ബി ഇ എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിലെ ഒരു കോഡായിരിക്കും, ഞാണായിരിക്കും അല്ലേ? ഈ ഞാണ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? 60 ഡിഗ്രി. ഈ ആർക്കിലൊക്കെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രിയാണ്. ശരിയല്ലടാ? ഇതാ ബി എ ഇ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. എഫ് എന്ന് പറയുന്നത് സർക്കിളിലെ പോയിന്റ് ആണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. യെസ് ഓർ നോ? നമ്മളത് പഠിച്ചിട്ടില്ലേ? ഇവിടെ നോക്ക്, എ ബി നോക്കണേ, ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ മക്കളെ നിങ്ങൾക്കറിയാം, ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ പോയിന്റിനെ ഞാൻ ഡി എന്ന് വിളിച്ചു. ഈ ആംഗിൾ എത്രയാ? നമുക്കറിയാം, ഇതെല്ലാം ഒരേ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളുകളാണ്. ശരിയല്ലേ? ഒരേ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലാം സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇതും 60 ഡിഗ്രി. അതിനുള്ള കണ്ടീഷൻ എന്താ? ഡി എവിടെയായിരിക്കണം? ഡി സർക്കിളിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ എഫ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, എഫ് എന്ന് പറയുന്നത് സർക്കിളിൽ തന്നെ ആയിരുന്നെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. എന്നാൽ ആ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയിൽ കൂടുതലാണ്. 60 ഡിഗ്രിയിൽ കൂടുതലാണ്. അങ്ങനെ കൂടുതലാണെങ്കിൽ അപ്പം മനസ്സിലാക്കുക, നോക്കണേ, രണ്ടും ബി ഇയിൽ നിന്ന് തുടങ്ങുന്ന ആംഗിളുകളാണ്. ശരിയല്ലേ? ബി ഇയിൽ നിന്നുണ്ടാവുന്ന ആംഗിൾ, ഒരേ കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ്. അതിൽ ഈ എ എന്ന് പറയുന്നത് സർക്കിളിലെ പോയിന്റ് ആണ്. അവിടെ ഉണ്ടാകുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇവിടെ ഉള്ളത് 70 ഡിഗ്രിയാണ്. 60നേക്കാൾ കൂടുതലല്ലേ 70? കൂടുതലാണെങ്കിൽ മനസ്സിലാക്കുക, പോയിന്റ് എവിടെയാ? ഇൻസൈഡ് ദ സർക്കിൾ. ഓക്കെ, ഇ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ഇ എന്ന് പറയുന്ന പോയിന്റ് നോക്കുക, ആംഗിൾ ബി എ ഇ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ ബി എഫ് ഇ എന്ന് പറയുന്നത് എത്രയാ? 70 ഡിഗ്രി. അതായത് എയിൽ ഉണ്ടാക്കുന്ന ആംഗിളിനേക്കാൾ കൂടുതലാണ് എഫിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ദെർഫോർ എഫ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. എവിടെയാണ്? സർക്കിളിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, വൃത്തത്തിനകത്ത്. എവിടെയാണ്? വൃത്തത്തിന് അകത്താണ്. ഓക്കെ, പുറത്താണെങ്കിൽ ആംഗിൾ കുറവായിരിക്കും. നോക്കണേ, ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ മക്കളെ മനസ്സിലാക്കിക്കോ, ഇതിൻ്റെ ഉള്ളിൽ പുറത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60ൽ കുറവായിരിക്കും. ഈ ആംഗിള് 60ൽ കുറവാണ്. ഓക്കെ, ഇനി ഉള്ളിലാണെങ്കിലോ, ഉള്ളിലുള്ള ആംഗിൾ ആണെങ്കിൽ അത് 60ൽ കൂടുതലായിരിക്കും. 60ൽ കൂടുതലായിരിക്കും എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഇതിലെ എഫിൻ്റെ കേസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു A+ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അടുത്തതായി ഒരു ചോദ്യം കൂടെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നോക്ക്, ഇതിൽ എയും ബിയും സി ഡിയും എന്താണ്? വൃത്തത്തിലെ ബിന്ദുക്കളാണ്, അതായത് സർക്കിളിലെ പോയിന്റുകളാണ്. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ഓരോ ആംഗിളുകളായിട്ട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സി എ ബി ചോദിച്ചിട്ടുണ്ട്. സി എ ബി നോക്ക്, സി എ ബി ആണ് നിങ്ങളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത്. നോക്കണേ, എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് കാണാം. റെഡി ആണല്ലോ?
അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ടി സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൻ്റെ സെക്കൻഡ് ബാച്ചിൽ അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂയിങ് ആണ്. നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അഡ്മിഷൻ എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ് മക്കളെ നിങ്ങൾക്ക് കിട്ടുക. അത്രയധികം ക്വസ്റ്റ്യൻസ് നമ്മളവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ടെക്സ്റ്റിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം അവിടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു പേടിയും വേണ്ട. അടിപൊളിയായിട്ട് ദിവസവും ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഫീച്ചറുകളാണ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും യൂണിറ്റ് വൈസ് എക്സാമിനേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട്, പിന്നെ നമ്മുടെ സ്ലൈഡ്സ്, ഓരോ ക്ലാസ്സിൻ്റെയും സ്ലൈഡ്സ് ആപ്പിനകത്ത് അവിടെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് സ്ലൈഡുകൾ നോക്കി കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ച് മുന്നോട്ടങ്ങ് പോകാം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാത്ത ആളുകൾ എല്ലാവരും ജോയിൻ ചെയ്യണം. സോ നിങ്ങളോട് പറയാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ചിത്രം ഒന്ന് ഇങ്ങോട്ടെടുത്ത് മാറ്റി വരയ്ക്കാം. ഓക്കെ, റെഡി ആണല്ലോ? നമുക്ക് നോക്കാം. നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം ആംഗിൾ CAB കണ്ടുപിടിക്കാനാണ്. ആംഗിൾ CAB നോക്കണേ, ഏതാ ആംഗിൾ CAB? ഇതാണ് ആംഗിൾ CAB, ശരിയല്ലേ? CAB എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. നിങ്ങൾ നോക്ക്, സിയിൽ നിന്ന് തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന വേറെ ഏതെങ്കിലും ആംഗിൾ തന്നിട്ടുണ്ടോ? സിയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന വേറെ ഏതോ ഒരു ആംഗിളും കൂടെ തന്നിട്ടുണ്ടല്ലോ. തന്നിട്ടുണ്ട്. അതാരാ? CDB. ആംഗിൾസ് ഓൺ ദ സെയിം ആർക്ക്. ശരിയല്ലേ? CB എന്ന് പറയുന്ന കോഡ് സർക്കിൾ ഉണ്ടാക്കുന്ന സെയിം ആയിട്ടുള്ള ആംഗിളുകൾ. സെയിം അല്ലേ ആംഗിൾ? ആണ്. അതുകൊണ്ട് തന്നെ ഇതെത്രയാ? ഇത് 60 ഡിഗ്രി. ആംഗിൾ CDB തന്നിട്ടുണ്ട്, അത് തന്നെയാണ് CAB, 60 ഡിഗ്രി. നോക്കുക, എന്താണ്? സിയിൽ നിന്ന് തുടങ്ങുന്നു, ബിയിൽ അവസാനിക്കുന്നു, അങ്ങനെയുള്ള രണ്ട് ആർക്കുകൾ. സിയിൽ നിന്ന് തുടങ്ങുന്നു, ബിയിൽ അവസാനിക്കുന്നു, അങ്ങനെയുള്ള രണ്ട് ആർക്കും സെയിം ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ള രണ്ട് ആർക്കും ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള രണ്ട് ആംഗിളും സെയിം ആണ്. 60 ഡിഗ്രി, 60 ഡിഗ്രി. ഇനി അടുത്ത ചോദ്യം എന്താ? ആംഗിൾ ABD. ഏതാ ചോദിച്ചിട്ടുള്ളത്? ആംഗിൾ ABD. എയിൽ നിന്ന് തുടങ്ങുന്നു, ബിയിലേക്ക് വരുന്നു, ഡിയിൽ അവസാനിക്കുന്നു. എയിൽ നിന്ന് തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന രണ്ട് ആംഗിൾ നമുക്ക് പറയാമല്ലോ. എയിൽ നിന്ന് തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ആംഗിൾ നമുക്ക് ACD. കാണുന്നുണ്ടോ ഇവിടെ? ACD. എയിൽ നിന്ന് തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ആംഗിൾ ACD. അത് തന്നെയാണ് എന്ത്? ആംഗിൾ ABD. അത് തന്നെയാണ് നമ്മളുടെ ആംഗിൾ ABD. കണ്ടോ? ABD ആംഗിൾ, ഈ ആംഗിൾ അതെത്രയാ? അതും നിങ്ങൾക്ക് കാണാം 20 ഡിഗ്രി ആണ്. ABD ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. ഇതുപോലെ ഒരു ആംഗിൾ കൂടെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതുകൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് വേണ്ട 3 ആംഗിൾസും നമുക്ക് കിട്ടും. എല്ലാ ആംഗിളും 4 കോണുകളുടെയും അളവുകളാണ് നമ്മൾ കണ്ടുപിടിച്ചേണ്ടത്. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. റെഡി ആണോ മക്കളെ? ഇവിടെ ഈ ഒരു ആംഗിൾ ഡിയിൽ നിന്ന് തുടങ്ങി സിയിൽ അവസാനിക്കുന്ന ആംഗിൾ അല്ലെ, DC എന്ന് പറയുന്ന കോഡ് ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾസ് ഉണ്ട്. ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഏതാണ് ആംഗിൾ? ആംഗിൾ DBC ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ DAC. ഡിയിൽ നിന്ന് തുടങ്ങി സിയിൽ അവസാനിക്കുന്ന മറ്റൊരു ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ശരിയല്ലേ? ഈ ആംഗിൾ എത്ര തന്നെയാണ്? ഈ ആംഗിൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. അതെത്രയാണ്? അതും 50 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, ആംഗിൾ സെയിം. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? DAC കൂടെ കിട്ടിയതോടുകൂടി ആംഗിൾ എയും കിട്ടി, ആംഗിൾ ബിയും കിട്ടി. ആംഗിൾ A 50 + 60, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാ? 20 + 50, ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. 70 ഡിഗ്രി. ഇത്രയും ഓക്കെ ആണോ? സിമ്പിൾ ആണല്ലോ. ഇനി നമുക്ക് ആംഗിൾ സി കിട്ടണം. ആംഗിൾ സി നമുക്ക് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ എത്രയാണ് മക്കളെ? ഓപ്പോസിറ്റ് ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ എത്രയാ? ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ എത്രയാ? 180 ആണ്. എത്രയാണ്? 180. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180. ആംഗിൾ എ 110, ആംഗിൾ സി കൂട്ടിയാൽ 180. അപ്പോൾ ആംഗിൾ സി എത്രയാ? 110നോട് എത്ര കൂട്ടിയാൽ 180 കിട്ടും? എത്ര കൂട്ടിയാൽ കിട്ടുക? 70. ശരിയല്ലേ? 180 മൈനസ് 110, അതായത് 70 ഡിഗ്രി. 110നോട് 70 ആണ് കൂട്ടേണ്ടത്. സോ ആംഗിൾ സി എന്ന് പറയുന്നത് 70 ആണ്. ആംഗിൾ സി എന്ന് പറയുന്നത് 70 ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. കിട്ടിയോ?
ആംഗിൾ സി എന്ന് പറയുന്നത് 70 ആണെന്ന് മക്കളെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ആംഗിൾ സി കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞാൽ ഈ മൊത്തം ആംഗിൾ 70 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? നോക്ക്, ഇവിടുന്ന് ഇവിടം വരെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 70 ആണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് 70 മൈനസ് 20, ശരിയല്ലേ? ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് എത്രയാ? 70 മൈനസ് ഈ 20 കുറയ്ക്കുക. 70 20 കുറച്ചാൽ 50 ഡിഗ്രി, ശരിയാണോ? ആ ആംഗിൾ എത്രയാ? 50 ഡിഗ്രി. അപ്പോഴല്ലേ കൂട്ടിയാൽ 70 കിട്ടുക, ശരിയല്ലേ? നിങ്ങൾ പറ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇത് 50 കൂടി ആയാലല്ലേ കൂട്ടിയാൽ ആംഗിൾ സി 70 കിട്ടുക? ആണ്. ഇത് 50 ആണെങ്കിൽ എ സി ബി എന്ന് പറയുന്നത് 50 ആണെങ്കിൽ ആംഗിൾ എ ഡി ബി എത്രയാണ്? ഈ ആംഗിളും 50 ഡിഗ്രി, ശരിയല്ലേ? ആ ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി. സെറ്റാണോ? എ ഡി ബി എന്ന് പറയുന്നതും 50 ഡിഗ്രി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ആംഗിളും ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ആംഗിൾ സി കിട്ടിക്കഴിഞ്ഞു. ആംഗിൾ ഡിയും കൂടിയല്ലേ എഴുതേണ്ടത്? ആംഗിൾ സി വരെ നമ്മൾ കണ്ടുപിടിച്ചു. എ കണ്ടുപിടിച്ചു, ബി കണ്ടുപിടിച്ചു, സി കണ്ടുപിടിച്ചു. ഇനി ആംഗിൾ ഡി അല്ലേ വേണ്ടത്? ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു എത്രയാണ്? 50 + 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. എത്രയാണ്? 110 ഡിഗ്രി. സിമ്പിൾ. അടിപൊളിയായിട്ട് നമുക്കിതാ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഏത് ക്വസ്റ്റ്യനും ഇങ്ങനെയുള്ളത് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഒരു ഡൗട്ടും ഇല്ലെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും എല്ലാ ഫ്രണ്ട്സിനും ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.